അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്ത് ചിന്തയ്ക്കായി 103 സങ്കീർത്തനം 5 വാക്യം നമുക്ക് വായിക്കാം. നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്കവണ്ണം അവൻ നിന്റെ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. അനുഗ്രഹിക്കപ്പെട്ട വേദവാക്യമാണ് നാം കേട്ടത്. ഈ വാക്യം ഗുഡ് ന്യൂസ് ഇംഗ്ലീഷ് ബൈബിളിൽ ഹി ഫിൽസ് മൈ ലൈഫ് വിത്ത് ഗുഡ് തിങ്സ് സോ ദാറ്റ് ഐ സ്റ്റേ യങ് ആൻഡ് സ്ട്രോങ് ലൈക്ക് ആൻ ഈഗിൾ എന്നും ഹോൾമാൻ ക്രിസ്ത്യൻ സ്റ്റാൻഡേർഡ് വേർഷനിൽ ഹി സാറ്റിസ്ഫൈസ് യു വിത്ത് ഗുഡ്നസ് യുവർ യൂത്ത് ഈസ് റിന്യൂഡ് ലൈക്ക് ദ ഈഗിൾ എന്നുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. യെശയ്യാ പ്രവചനം 40 അധ്യായം 31 വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: യഹോവയെ കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ഈ വാക്യങ്ങളെല്ലാം കൂട്ടിവെച്ച് വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന അനേകം കാര്യങ്ങളുണ്ട്. യഹോവയിൽ ആശ്രയിക്കുക എന്നാൽ യഹോവയെ അനുസരിക്കുക എന്നാണ് അർത്ഥമാക്കേണ്ടത്. യഹോവ മനുഷ്യനായി ഭൂമിയിൽ വന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന് നമുക്കറിയാം. യേശു നമുക്ക് തന്നിട്ടുള്ള കൽപ്പനകൾ നാം അനുസരിക്കുവാൻ തയ്യാറായാൽ നമ്മുടെ യൗവനവും പുതുക്കപ്പെടും എന്നതിന് സംശയമില്ല. വൃദ്ധനായ ഒരു വ്യക്തിയെ ഒരു മാസിക പ്രവർത്തകൻ ഇൻ്റർവ്യൂ ചെയ്ത കാര്യം ഞാനിവിടെ പ്രസ്താവിക്കുകയാണ്. നിങ്ങൾ എത്ര പാക്കറ്റ് സിഗരറ്റ് വലിക്കുമെന്ന് സിഗരറ്റ് വലിച്ചുകൊണ്ട് നിന്ന വൃദ്ധനോട് മാസിക പ്രവർത്തകൻ ചോദിച്ചതിന് 5 പാക്കറ്റ് സിഗരറ്റ് വലിക്കുമെന്നായിരുന്നു മറുപടി. അതുപോലെ തന്നെ നിങ്ങൾ എത്ര രൂപയുടെ വെറ്റിലയും പുകയിലയും മുറുക്കും എന്ന ചോദ്യത്തിന് വലിയ ഒരു തുകയ്ക്ക് മുറുക്കും എന്ന് മറുപടി ലഭിച്ചു. നിങ്ങൾ എത്ര കുപ്പി മദ്യം കുടിക്കും എന്ന ചോദ്യത്തിന് കൃത്യമായി കണക്കില്ല എന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ആ വൃദ്ധൻ ഉത്തരം പറഞ്ഞു. അവസാനമായി ആ വൃദ്ധനോട് മാസിക പ്രവർത്തകൻ ചോദിച്ചത് അപ്പച്ചനിപ്പോൾ എത്ര വയസ്സായി എന്നായിരുന്നു. 24 വയസ്സെന്നായിരുന്നു അയാളുടെ മറുപടി. ഇൻ്റർവ്യൂ നടത്തിയ മാസിക പ്രവർത്തകൻ അപ്പോഴാണ് ശരിക്കും ഞെട്ടിയത്. ഒരു വൃദ്ധനെ പോലെ നടക്കുവാൻ പോലും ശേഷിയില്ലാതെ നിൽക്കുന്ന 24 വയസ്സുകാരൻ. 90 വയസ്സായാലും യൗവനക്കാരനെ പോലെ ഇരിക്കുന്ന വൃദ്ധന്മാർ ഭൂമിയിലുണ്ട്. അപ്പോൾ തന്നെ 24 വയസ്സാകുമ്പോഴേക്കും വൃദ്ധനെ പോലെ ഇരിക്കുന്ന യൗവനക്കാരും ഭൂമിയിലുണ്ട്. പുറപ്പാട് പുസ്തകം 23 അധ്യായം 22 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതിൻ്റെ ചുരുക്കം ഇപ്രകാരമാണ്: നീ എൻ്റെ കൽപ്പനകൾ അനുസരിച്ചാൽ ഞാൻ നിൻ്റെ ജീവകാലം തികയ്ക്കും. ഈ വാക്യം NIV ഇംഗ്ലീഷ് ബൈബിളിൽ ഐ വിൽ ഗിവ് യു എ ഫുൾ ലൈഫ് സ്പാൻ എന്നാണ് പുറപ്പാട് പുസ്തകം 23 അധ്യായം 26 വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 6 അധ്യായം 3 വാക്യം ഇംഗ്ലീഷ് ഗുഡ് ന്യൂസ് വേർഷനിൽ then the Lord said, I will not allow people to live forever. They are mortal. From now on, they will live no longer than 120 years എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ യഹോവ, മനുഷ്യനിൽ എൻ്റെ ആത്മാവ് സദാകാലം വാദിച്ചു കൊണ്ടിരിക്കുകയില്ല. അവർ ജഡം തന്നെയല്ലോ, എങ്കിലും അവൻ്റെ ആയുഷ്കാലം 120 സംവത്സരമാകും എന്ന് അരുളി ചെയ്തു എന്നാണ് ഉൽപ്പത്തി പുസ്തകം 6 അധ്യായം 3 വാക്യത്തിൽ മലയാളം ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവം മനുഷ്യനോട് അവൻ്റെ 120 സംവത്സരമായ ജീവകാലം തികയ്ക്കുന്നതിന് വേണ്ടി കൽപ്പിക്കുന്നത് വിഗ്രഹങ്ങളെ ഉണ്ടാക്കരുത്, വിഗ്രഹങ്ങളെ നോക്കി ആരാധിക്കരുത്, സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്ത ദൈവങ്ങളെ ആരാധിക്കരുത്, ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധർ ആയിരിക്കണം, വിശുദ്ധി നഷ്ടപ്പെടുന്ന യാതൊരു പ്രവൃത്തികളും ചെയ്യരുത്, നുണ പറയരുത്, സഹോദരിക്കെതിരെ ഹൃദയത്തിൽ ദോഷം ചിന്തിക്കരുത്, ആരെയും ദ്രോഹിക്കരുത്, ദൈവത്തിൻ്റെ മന്ദിരമായി നമ്മുടെ ശരീരം മദ്യം കഴിച്ചും ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചും നശിപ്പിക്കരുത്, ഹൃദയത്തിൽ അശുദ്ധി സൂക്ഷിക്കുകയും അകൃത്യം കരുതുകയും ചെയ്യരുത്, നാവ് കൊണ്ടും അധരം കൊണ്ടും ദോഷമായ മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുന്ന വാക്കുകൾ പറയുവാൻ ദോഷത്തിന് വിട്ടു കൊടുക്കരുത് എന്നിത്യാദി കാര്യങ്ങളാണ്. ഈ കാര്യങ്ങൾ നാം ശ്രദ്ധയോടെ അനുസരിച്ചാൽ നമുക്ക് നമ്മുടെ ജീവകാലം അഥവാ ലൈഫ് സ്പാൻ ആരോഗ്യത്തോടെ പൂർത്തിയാക്കുവാൻ ദൈവം നമ്മെ ശക്തീകരിക്കും. എന്നാൽ നാം അതിഭക്ഷണവും ലഹരി വസ്തുക്കളുടെ ഉപയോഗവുമായി ദൈവത്തെ അവൻ്റെ കൽപ്പനകൾ അനുസരിക്കാതെ കുറേ കൂടി ഉറക്കം, കുറേ കൂടി നിദ്ര എന്ന് പറഞ്ഞ് ജീവിച്ചാൽ
അതെല്ലാം നിമിത്തം നാം രോഗികളാകുവാനോ സമയത്തിന് മുമ്പേ ലോകത്തോട് വിട പറയുവാനോ ഇട വന്നേക്കാം. കഴുകനിൽ നിന്നും കുറേയേറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കുവാൻ സാധിക്കും. വളരെയേറെ പ്രതിസന്ധികൾ തരണം ചെയ്താണ് കഴുകൻ കുഞ്ഞുങ്ങൾ പറക്കുവാൻ പഠിക്കുന്നത്. ജീവിത വിജയം നേടുവാനുള്ള നമ്മുടെ ശ്രമങ്ങളിൽ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ നാം തകർന്നു പോകരുത്, ക്ഷീണിച്ചു പോകരുത്. കഷ്ടകാലത്ത് നീ കുഴഞ്ഞു പോയാൽ നിന്റെ ബലം നഷ്ടം തന്നെ എന്ന് സദൃശവാക്യങ്ങൾ 24 അധ്യായം 10 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ യാഥാർത്ഥ്യം നാം മറന്നു പോകരുത്. നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതിസന്ധികളിൽ നാം നീന്തുമ്പോൾ തിരമാലകൾ ഒന്നൊന്നായി നമ്മുടെ മുന്നിലേക്ക് ആർത്തു വരുന്നുണ്ടെങ്കിലും ആ തിരമാലകൾക്കൊന്നും നമ്മെ മുക്കുവാൻ കഴിയുകയില്ല എന്ന് നാം മനസ്സിലാക്കണം. യേശു ക്രിസ്തുവിൻ്റെ മുഖത്തു നിന്നും കണ്ണെടുത്ത് പ്രശ്നങ്ങളാകുന്ന തിരമാലകളെ നോക്കുമ്പോൾ മാത്രമാണ് നാം മുങ്ങിപ്പോകുന്നത്. ഓർക്കുക, നമ്മെ മുക്കുന്നത് തിരമാലകളല്ല, പിന്നെയോ ഭയമാണ് നമ്മെ മുക്കുന്നത് എന്ന് നാം തിരിച്ചറിയണം. കാരണം ഒരു തിരമാലയും നമ്മുടെ മുകളിലൂടെ കടന്നു പോകുന്നില്ല. നമ്മുടെ കീഴെ കൂടി മാത്രമേ തിരമാലകൾക്ക് കടന്നു പോകുവാൻ ദൈവം അനുവാദം കൊടുത്തിട്ടുള്ളൂ. യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് നാം പാപം ചെയ്യാതെ ജീവിച്ചാൽ നാം തളർന്ന് വീഴുവാൻ കർത്താവായ യേശു ക്രിസ്തു ഒരിക്കലും സമ്മതിക്കുകയില്ല. കഴുകൻ കുഞ്ഞുങ്ങൾ പറക്കുവാൻ പഠിക്കുമ്പോൾ അല്പം പ്രയാസങ്ങൾ അവർ നേരിടുന്നുണ്ടെങ്കിലും പറക്കുവാൻ പഠിച്ചതിന് ശേഷം അവർ ആകാശത്തെ അടക്കി വാഴുകയും സകല പക്ഷികളെക്കാളും ബലം പ്രാപിക്കുകയും ചെയ്യുന്നു. പറക്കുവാൻ പഠിച്ചതിന് ശേഷം കഴുകൻ ഭൂമിയുടെ പരപ്പിൽ കാര്യമായി വന്നിരിക്കാറില്ല. അവ ഭൂമിയിൽ പറന്ന് ഇറങ്ങുന്നുണ്ടെങ്കിൽ ഇരയെയും കൊണ്ട് മാത്രമേ പറന്ന് ഉയരാറുള്ളൂ. ലക്ഷ്യബോധം ഉള്ളവയാണ് കഴുകന്മാർ. ഒരേ സമയം പല ലക്ഷ്യങ്ങൾ നമുക്കുണ്ടെങ്കിൽ ഒരു ലക്ഷ്യത്തിലും നാം എത്തിച്ചേരുകയില്ല. എൻ്റെ ഒരു അധ്യാപകൻ പറഞ്ഞു തന്നൊരു ഉപദേശ പ്രകാരമാണ്, ഒരേ സമയം 4 മുയലുകളെ പിടിക്കുവാൻ ലക്ഷ്യം വെക്കരുത്. കാരണം നമുക്കൊന്നിനെയും പിടിക്കുവാൻ കഴിയുകയില്ല. എന്നാൽ ഒരു മുയലിനെ നാം പിന്തുടർന്നാൽ നമുക്കതിനെ പിടിക്കുവാൻ കഴിയും. ഒടുവിൽ 4 മുയലിനെയും നമുക്ക് പിടിച്ച് ചാക്കിലാക്കുവാൻ കഴിയും. അതുപോലെ തന്നെ ഒരേ ഒരു ലക്ഷ്യം മാത്രമാണ് നമുക്കുണ്ടായിരിക്കേണ്ടത്. അത് നമുക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ അവൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുക എന്ന ഒരേ ഒരു ലക്ഷ്യം നമുക്കുണ്ടായിരിക്കണം. എന്നാൽ നാം എങ്ങനെ ജീവിക്കണമെന്ന് കർത്താവായ യേശു ക്രിസ്തു നമ്മെ പഠിപ്പിക്കും. നാം നമ്മുടെ വിലയേറിയ സമയവും നമ്മുടെ അധ്വാന ഫലവും എങ്ങനെ ഉപയോഗിക്കണമെന്ന് നല്ല അധ്യാപകനായ കർത്താവായ യേശു ക്രിസ്തു നമ്മെ പഠിപ്പിക്കും. യേശു നമ്മുടെ നല്ല സ്നേഹിതനും നല്ല ആലോചനക്കാരനും ആയിത്തീർന്നാൽ അവൻ നമ്മെ പഠിപ്പിക്കുന്ന ഒന്നാമത്തെ കാര്യം നമ്മുടെ ജീവിതത്തിൻ്റെ മുഖ്യ മുൻഗണന ദൈവത്തിന് കൊടുക്കുവാനായിരിക്കും. മറ്റെല്ലാ കാര്യങ്ങളും നാം മരിക്കുമ്പോൾ ഈ ഭൂമിയിൽ ഉപേക്ഷിക്കേണ്ടി വരും എന്നത് തീർച്ച. എത്രയോ ഉന്നത ബിരുദധാരികളും ശാസ്ത്രജ്ഞന്മാരും ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. അവരുടെ കഴിവുകളൊന്നും ഇന്നവർക്ക് ഒരു പ്രയോജനവും ചെയ്യുന്നില്ല. എന്നാൽ പിന്നെ ഞങ്ങൾ പഠിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു കളയാമെന്ന് പറയുവാനല്ല ഞാനിത് ഇവിടെ പ്രസ്താവിക്കുന്നത്. അന്നവർ അധ്വാനിച്ചതിൻ്റെ ഗുണഭോക്താക്കൾ നാം ഓരോരുത്തരുമാണ്. അതുപോലെ തന്നെ നാമും വളരെ അധ്വാനിക്കേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ അപ്രകാരമുള്ള അധ്വാനം നാം നടത്തുമ്പോൾ തന്നെ നമ്മുടെ നിത്യജീവൻ്റെ കാര്യവും നാം പരിഗണിക്കണമെന്ന് മാത്രം. 2 കൈ നിറയെ അധ്വാനവും വൃഥാപ്രയത്നവും ഉള്ളതിനേക്കാൾ 1 കൈ നിറയെ വിശ്രമം അധികം നല്ലതെന്ന് സഭാപ്രസംഗി 4 അധ്യായം 6 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇനി നമുക്ക് കഴുകനെക്കുറിച്ച് പഠിക്കാം. ഉദ്ദേശം 70 സംവത്സരമാണ് കഴുകൻ്റെ ആയുഷ്കാലമെന്ന് പറയപ്പെടുന്നു. ഈ 70 വർഷത്തിൽ 40 വർഷം കഴിയുമ്പോഴേക്കും കഴുകൻ്റെ ശരീരത്തിൽ തുവലുകളുടെ ആധിക്യം മൂലം പറക്കുവാനുള്ള അതിൻ്റെ കഴിവ് കുറഞ്ഞു വരുന്നു. ചുണ്ടിൻ്റെ അറ്റം നല്ലതുപോലെ വളഞ്ഞു പോകുന്നു. അതിൻ്റെ കാൽ വിരലുകളിലെ നഖം ഫ്ലെക്സിബിളാണ്. അതിന് ശക്തി കുറയുന്നു. ഇത്രയും ആയിക്കഴിഞ്ഞാൽ കഴുകൻ ആകാശത്തിൽ ഉയരെ പറക്കുവാനോ ഇര പിടിക്കുവാനോ ഇരയെ ഭക്ഷണമാക്കുവാനോ കഴിയാതെ വരുന്നു. അപ്രകാരം ബലഹീനരായി തീർന്ന കഴുകൻ ഒന്നുകിൽ ചാകണം, അല്ലെങ്കിൽ തൻ്റെ പ്രതിസന്ധിയിൽ നിന്നും രക്ഷപ്രാപിക്കുവാൻ എന്ത് ചെയ്യണമോ അത് ചെയ്തിരിക്കണം. സാധാരണയായി കഴുകന്മാർ ചെയ്യുന്നത് ഉയർന്ന പർവ്വതങ്ങളുടെ മുകളിൽ ചെന്ന് കൂടുണ്ടാക്കി അതിൽ വസിച്ചുകൊണ്ട് തൻ്റെ കൊക്ക് പാറയിൽ ഉരച്ച് അടർത്തിക്കളയുന്നു. കൊക്ക് പുതുതായി വരുന്നത് വരെയും കാത്തിരിക്കുന്നു. വീണ്ടും അത് തൻ്റെ നഖങ്ങൾ കൊത്തി വലിച്ചു കളയുന്നു. കാലുകളിൽ പുതിയ നഖം വരുന്നത് വരെയും കാത്തിരിക്കുന്നു.
വീണ്ടും അതിൻ്റെ തൂലുകൾ കൊത്തിപ്പറിച്ച് കളയുന്നു. പുതിയ തൂലുകൾ വരുന്നത് വരെ അവ കാത്തിരിക്കുന്നു. ഉദ്ദേശം 5 മാസക്കാലം ഇതിനെല്ലാം കൂടി എടുക്കുന്നു. ഇതിനെയാണ് കഴുകൻ്റെ പുതുജനനം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇത് ഒരു കെട്ടുകഥ മാത്രമാണെന്ന് നാം മനസ്സിലാക്കണം. കഴുകന്മാർക്ക് ഇങ്ങനെ സംഭവിക്കുന്നുണ്ടെന്ന് നാം തെറ്റിദ്ധരിക്കരുത്. കാരണം ഇത് ഒരു കഥ മാത്രമാണ്, യഥാർത്ഥമല്ല. എന്നാൽ കഴുകൻ്റെ തൂലുകൾ കൊഴിഞ്ഞു പോകാറുണ്ട്. എല്ലാ തൂലുകളും ഒരേ സമയം കൊഴിഞ്ഞു പോവുകയില്ല. പഴയ തൂലുകൾ കൊഴിഞ്ഞ് പോയതിനു ശേഷം പുതിയ തൂലുകൾ അവയ്ക്ക് വരാറുണ്ട്. 1823 മുതൽ 1894 വരെ ജീവിച്ചിരുന്ന ഒരു വേദ പണ്ഡിതനാണ് മാത്യു ജോർജ് ഈസ്റ്റൺ. അദ്ദേഹം പറയുന്നത്, വസന്തകാലത്തിൻ്റെ ആരംഭത്തിൽ കഴുകൻ്റെ തൂലുകൾ കൊഴിയുകയും തുവൽപ്പൂട വീണ്ടും വളരുകയും ചെയ്യുന്നു. അങ്ങനെ കഴുകന്മാർ എത്ര പ്രായമായാലും യങ്ങായി തന്നെ ഇരിക്കുന്നു എന്നാണ്. ഇത് കുറച്ചുകൂടി വിശ്വാസയോഗ്യമായി ഞാൻ കരുതുന്നു. എന്തു തന്നെയാണെങ്കിലും കഴുകൻ്റെ സൃഷ്ടാവ് പറയുന്നത് കഴുകൻ്റെ യൗവനം പുതുകുന്നുണ്ട് എന്നാണ്. നമുക്കത് വിശ്വസിക്കാം. ഏത് രീതിയിലാണ് കഴുകൻ്റെ യൗവനം പുതുകുന്നത് എന്ന് കൃത്യമായ അറിവ് നമുക്ക് ആർക്കും ഇല്ല. കഴുകൻ്റെ യൗവനം പുതുകുവാൻ കർത്താവ് കഴുകിന് വേണ്ടി ചിലത് ചെയ്യുന്നുണ്ട്. നിശ്ചയമായും ആ കർത്താവ് നമുക്ക് വേണ്ടിയും പ്രവർത്തിക്കും. നമ്മുടെ യൗവനം പുതുകുവാൻ നമ്മുടെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുമെന്ന് കർത്താവ് നമുക്ക് വാഗ്ദാനം തന്നിട്ടുണ്ട്. 103-ാം സങ്കീർത്തനം 5-ാം വാക്യം കണ്ടംപററി ഇംഗ്ലീഷ് വെർഷനിൽ, ഈച്ച് ഡേ ദാറ്റ് വി ലിവ് ഹി പ്രൊവൈഡ് ഫോർ അവർ നീഡ്സ് ആൻഡ് ഗീവ്സ് us the strength of a young eagle എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നാം ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ ദിവസവും നമുക്ക് ആവശ്യമായിരിക്കുന്ന ഭൗതിക നന്മകളും നമ്മുടെ ആത്മാവിന് ആവശ്യമായിരിക്കുന്ന ദൈവിക സമാധാനവും ദൈവിക സന്തോഷവും ദൈവിക പ്രത്യാശയും നൽകിത്തന്ന് ആരോഗ്യമുള്ള യൗവനക്കാരനും യൗവനക്കാരിയും ആക്കും എന്നാണ് കർത്താവ് നമുക്ക് തരുന്ന വാഗ്ദാനം. നാം അതിനു വേണ്ടി ചെയ്യേണ്ടത് യഹോവയിൽ ആശ്രയിക്കുകയും അവനെ അനുസരിക്കുകയും ചെയ്യുക, ദേശത്തെ മാതൃകയോടെ ജീവിക്കുക, കഴുകന്മാരെ പോലെ മൗണ്ടൻ ടോപ്പ് എക്സ്പീരിയൻസ് അഥവാ കർത്താവായ യേശു ക്രിസ്തുവിനെ പോലെ പ്രാർത്ഥനാ ജീവിതം ഉണ്ടാക്കിയെടുക്കുക എന്നിവയാണ്. അധരങ്ങളും നാവും ദോഷത്തിന് വിട്ടുകൊടുക്കാതെ ഇടപെടാതെ പ്രാർത്ഥിക്കുകയും ദൈവവചനമായ ബൈബിൾ വായിക്കുകയും അതിലെ കൽപ്പനകൾ അനുസരിക്കുകയും ഹാനോക്കിനെ പോലെ ദൈവത്തോടുകൂടെ ജീവിക്കുകയും ചെയ്യണം എന്നതാണ്. നാം അപ്രകാരം ജീവിച്ചാൽ നിശ്ചയമായും ദൈവം നമ്മുടെ ജീവകാലം തികയ്ക്കുവാൻ ശക്തനാണ്. തന്നെയുമല്ല, നിരാശയോ വ്യസനമോ ഭാവിയെക്കുറിച്ചുള്ള വേവലാതിയോ ഇല്ലാതെ ദൈവിക സമാധാനവും സന്തോഷവും നമ്മുടെ ഹൃദയത്തിൽ നിറയ്ക്കുകയും നമ്മുടെ മുഖം പ്രസന്നതയോടെ ആക്കുകയും ചെയ്യുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. ആകയാൽ നമുക്ക് കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ജ്യോതിഷികളെപ്പോലെ ഈ ഭൂമിയിൽ തിളങ്ങുകയും നിത്യജീവൻ അവകാശികളായി തീരുകയും ചെയ്യാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ സമാധാനമില്ലാതെയായിരിക്കുന്നെങ്കിൽ അങ്ങ് അവർക്ക് സമാധാനം കൊടുക്കണമേ. പ്രത്യാശയാൽ അവർ നിറയ്ക്കണമേ. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും ഓർമ്മശക്തിയും കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.